start with a simple question. Can a robot paint on a canvas? Or can you imagine a robot composing a music? The answer might be no. Yes, robot is just an imitation of human life. Robots and humans are entirely different. Humans have cognitive ability, emotional capacity, and potential to engage in social behavior. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല മനുഷ്യന്റെ മനസ്സ് ആലോചിക്കുന്ന കാര്യങ്ങളെ പ്രവർത്തിക്കാനും സ്വഭാവത്തിൽ വരുത്താനും സാധിക്കുമെന്ന് മനസ്സിലായത്. It has been a massive effort of lot of thinkers and philosophers and scientists. And one of the important thinkers who have contributed to the concept is Aristotle. Aristotle പറഞ്ഞത് മനുഷ്യന്റെ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് ഹൃദയത്തിലാണെന്നാണ്. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഗ്രീക്ക് ഫിലോസഫർ ആയ പ്ലാറ്റോ പറഞ്ഞു മനുഷ്യ മനസ്സ് ഹൃദയത്തിലല്ല തലച്ചോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. Then comes the role of brain. Brain is just a mass of flesh, an organ in our body, but it has a very important role. 1.3 കിലോഗ്രാം മാത്രം ഭാരമുള്ള വാൾനട്ടിന്റെ ഷേപ്പിലുള്ള ഒരു വസ്തുവാണ് ബ്രെയിൻ. ഒരു ഓർഗനാണ്, അവയവമാണ് ബ്രെയിൻ. എന്നിട്ട് പോലും ബ്രെയിൻ can control our thoughts and actions and behavior എന്നുള്ള പഠനത്തിലേക്ക് പിന്നീടുള്ള ഗവേഷണങ്ങൾ എത്തിച്ചേർന്നു. അതിന് ഏറ്റവും സഹായകരമായത് ഹിപ്പോക്രാറ്റസിന്റെയും റെനി ഡിസ്കാർഡിന്റെയും പഠനങ്ങളായിരുന്നു. They found out that human brain can influence our thought and action. Thus gave the emergence of a field called neuroscience. Neuroscience എന്ന് പറഞ്ഞ മേഖല, ശാസ്ത്ര മേഖല പഠിക്കുന്നത് 3 തരം കാര്യങ്ങളെയാണ്. Anatomy of human body, nervous system of human body, and biochemical reactions of body. അപ്പം മനുഷ്യന്റെ ശരീരത്തിന്റെ നാഡീ വ്യവസ്ഥയെ, ഘടന രീതികളെ, അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന പലതരം രാസ നിയന്ത്രണങ്ങളെ എല്ലാം കുറിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണിത്. ആ മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പേഷ്യന്റിന്റെ കേസാണ് ഫീനിസ് ഗേജിന്റേത്. ഇദ്ദേഹത്തിന്റെ കേസിന് ഇത്ര പ്രാധാന്യം ലഭിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കേസോട് കൂടിയാണ് ഈ ശാസ്ത്ര മേഖലയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സത്യം, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത്. The brain has certain areas for particular functions, and if damage happening to such areas will affect the behavior. ഇദ്ദേഹത്തിന്റെ കഥ വളരെ രസകരമായ ഒരു കഥയാണ്. 1848 നടന്ന ഒരു സംഭവമാണ്. ഫീനിസ് ഗേജ് എന്ന് പറയുന്നത് ഒരു സാധാരണ റെയിൽവേ റോഡുകൾ പണിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം റെയിൽവേ റോഡിന്റെ സൈഡിൽ ഒരു കുഴിയിലേക്ക് കുറെ പൗഡറുകൾ ഇരുമ്പ് വടി കൊണ്ട് കുത്തി നിറയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ ഇരുമ്പ് വടി അദ്ദേഹത്തിന്റെ കവിൾ വഴി തലച്ചോറ് കുത്തി ആർന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം ഭയങ്കര ക്രിട്ടിക്കലായി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടറിന്റെ പേരാണ് ഡോക്ടർ ജോൺ മാർട്ടിൻ ഹാർലോ. ഇദ്ദേഹം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. പക്ഷെ പിന്നീടുള്ള ഗേജിന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമായിരുന്നു. അത് ഗേജിന്റെ സുഹൃത്തുക്കളും ഫാമിലിയും പറഞ്ഞിരുന്നു. ഗേജ് ഭയങ്കര ദേഷ്യക്കാരനായി, ഒട്ടും കൃത്യനിഷ്ഠയില്ലാത്തവനായി, ജോലിയിൽ താല്പര്യക്കുറവ് കാണിച്ചു, പഠനങ്ങളിൽ ബുദ്ധിമുട്ട് വന്നു, നടക്കാൻ അസ്വസ്ഥതയുണ്ടായി. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇദ്ദേഹത്തിൽ സംഭവിച്ചത് എന്ന് ഹാർലോ പഠനം നടത്താൻ ശ്രമിച്ചു. അദ്ദേഹം കുറിച്ചിരുന്ന കേസ് ഡയറി കുറിപ്പിൽ നിന്നാണ് the another branch of science that was evolved. അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. And that is biopsychology. അപ്പോ ഈ പഠനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവാൻ സാധിച്ചത് നമ്മളുടെ തലച്ചോറിൽ എല്ലാ ഏരിയയിലും ഓരോ ഫങ്ഷനുകളുണ്ട്. അപ്പൊ ഒരു ഏരിയയിൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള
ഫംഗ്ഷനെ അത് എഫക്ട് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം സംഭവിക്കുകയും ചെയ്യും. So in our module biopsychology, we are dealing with 4 block units. The first block is introduction to biopsychology, and that comprises of 2 important units. That is basic history, describing about various divisions of biopsychology, the neurons and neuron impulses. പിന്നെയുള്ള ബ്ലോക്ക് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. നമ്മൾ പ്രധാനമായുള്ള 2 important nervous system, central nervous system, peripheral nervous system. That is unit 3 and unit 4. Then comes block 3, brain lateralization. നമ്മുടെ തലച്ചോറിന് 2 ഭാഗങ്ങളുണ്ട്, റൈറ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഹെമിസ്ഫിയറും. അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷനുകൾ ഏതൊക്കെയാണെന്നാണ് ആ യൂണിറ്റിലുള്ളത്, യൂണിറ്റ് 5. And block 4 is endocrine glands. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ ഏതൊക്കെയാണ്, അവ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗനുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെല്ലാം കുറിച്ച് പറയുന്നു. In unit 1, introduction to biopsychology, the main contents that we are going to discuss is definition, aim, related disciplines, research that is used in the field, and divisions of biopsychology. ആദ്യമേ തന്നെ ഈ ബയോസൈക്കോളജി എന്ന് പറഞ്ഞ ടേം ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നോക്കാം. 1949 ദ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന ഒരു പബ്ലിക്കേഷനിൽ ഡൊണാൾഡ് ഓൾഡിംഗ് ഹെബ് എന്ന വ്യക്തിയാണ് ബയോസൈക്കോളജി എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ചത്. And the definition of biopsychology is that it is a branch of science or psychology that deals with the study of brain, neurotransmitter, and other aspect of biology that is influencing behavior, thoughts, and feelings of human being. അതായത് മനുഷ്യന്റെ തലച്ചോറും അതിന്റെ ശരീരത്തിലുള്ള വ്യത്യാസങ്ങളും എങ്ങനെയാണ് നമ്മളുടെ വികാരങ്ങളെയും നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ സ്വഭാവത്തെയും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്ന മേഖലയെയാണ് നമ്മൾ ബയോസൈക്കോളജി എന്ന് പറയുന്നത്. അത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും എല്ലാം നമ്മളുടെ സാധാരണയുള്ള റുട്ടീനിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയാണ് നമ്മൾ മാറാറ്. ചിലപ്പോൾ നമ്മൾക്ക് ഭയങ്കര ലേസിനെസ് തോന്നും, ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര ഉറക്ക കൂടുതൽ വരും, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കാം. സോ ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഏത് ഭാഗത്തുള്ള ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്നെല്ലാം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു മേഖലയാണ്. പലതരം ലക്ഷ്യങ്ങളാണ് ഈ ബയോസൈക്കോളജി ഫീൽഡിലുള്ളത്. And there are few important aims that we have to discuss. The first aim is that it helps to analyze the evolution of brain. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം തുടങ്ങി ആ കുഞ്ഞിന്റെ തലച്ചോറിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു, ആ കുഞ്ഞ് വളർന്നു വന്നു കഴിഞ്ഞ് അഡൾട്ട് ആയി കഴിയുമ്പോൾ, ഓൾഡ് ഏജിൽ എത്തിക്കഴിയുമ്പോൾ, how it is changing, what are the different things that is being developed in the size of the brain, in the functions of the brain, and so on, and how it is influencing the behavior. രണ്ടാമത്തെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് നെർവസ് സിസ്റ്റം ത്രൂ ഔട്ട് ദി ലൈഫ് സ്പാൻ. നമ്മളുടെ ബ്രെയിനിനെ പറഞ്ഞ പോലെ തന്നെ നാഡീഞരമ്പുകളുടെ ഫങ്ഷനുകളും അതിന്റെ പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസങ്ങളും അതിന്റെ ഡെവലപ്മെന്റിനെയും എല്ലാം നമ്മൾ ഈ മേഖലയാണ് പഠനത്തിൽ സഹായിക്കുന്നത്. The third is areas of brain that is helping us for sensation, perception, memory, and movement. ഏതൊക്കെ ഏരിയ ഓഫ് ബ്രെയിൻ ആണ് നമ്മുടെ സെൻസേഷൻ, പെർസെപ്ഷൻ, മെമ്മറി, മൂവ്മെന്റിനെല്ലാം സഹായിക്കുന്നത് എന്ന് പഠിക്കാനായി സഹായിക്കുന്നു. Then this field help to identify the role of brain in understanding emotional regulation, cognition, language. ഓരോ പ്രായം അനുസരിച്ച് നമ്മളിപ്പോൾ മലയാളികളാണെങ്കിൽ പോലും നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാകും, ഹിന്ദി മനസ്സിലാകും,
അതിൽ സംസാരിക്കാൻ പറ്റുന്നു. So which are the areas of brain that is helping for it? And how can we understand other person's emotion, whether the person is crying, whether the person is smiling or being angry, and how it is being identified, and what are the things that comes to our mind. അപ്പോൾ നമ്മളുടെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ എന്തൊക്കെയാണ് അവർ ആലോചിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് ആലോചനകൾ വരിക. അപ്പൊ ഏതൊക്കെ ഏരിയ ഓഫ് ബ്രെയിൻ ആണ് ഈ പ്രോസസ്സുകളിലെല്ലാം സഹായിക്കുന്നത് എന്ന് പഠിക്കാനും ഈ മേഖല നമ്മളെ സഹായിക്കും. The brain damage and behavioral change, that is the next aim of this field. അപ്പൊ നമ്മള് ഫീനസ് ഗേജിന്റെ എക്സാമ്പിൾ കണ്ടതുപോലെ അതില് ആക്സിഡന്റ് സംഭവിച്ചു, അപ്പൊ ബിഹേവിയറിൽ ഒരു ചേഞ്ച് ഉണ്ടായി. ബിഹേവിയറൽ ചേഞ്ച് സംഭവിച്ചത് ആ ആക്സിഡന്റിന്റെ പരിണിത ഫലമാണെന്ന് കണ്ടുപിടിച്ചു. ബ്രെയിനിലുണ്ടായ ഒരു ഡാമേജ് കാരണമാണ്. അപ്പൊ ബ്രെയിനിലുണ്ടാവുന്ന ഡാമേജുകൾ കാരണം ഏതൊക്കെ ബിഹേവിയേഴ്സ് ആണ് മാറുന്നത്, ഏത് ബ്രെയിനിന്റെ ഭാഗത്ത് ഡാമേജ് വന്നപ്പോഴാണ് ഈ പർട്ടിക്കുലർ ബിഹേവിയർ മാറിയത് എന്നെല്ലാം മനസ്സിലാക്കുന്നത് ഈ ഒരു ഫീൽഡിന്റെ സഹായത്തോടു കൂടിയാണ്. The next aim is that role of genetics and role of endocrine system in maintaining the homeostasis of the body. And lastly, the important aim is that it helps us to treat the people with neurological disorders. തലച്ചോറിൽ ക്ഷതം സംഭവിച്ച വ്യക്തികളെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും അവരെ സഹായിക്കുന്ന മെത്തേഡുകളും കണ്ടുപിടിക്കുവാനായി ഈ ശാസ്ത്രമേഖല നമ്മളെ സഹായിക്കുന്നു. Now let's see which are the related disciplines of biopsychology. Biopsychologist tends to take information from other field, analyze and use it in its own field. The first field that it is related is neuroanatomy. It studies about the structure of nervous system. Neurochemistry is the second field. അവിടെ ന്യൂറോ ആക്ടിവിറ്റിയുടെ, അതായത് നെർവസ് സിസ്റ്റത്തിന്റെ കെമിക്കൽ റിയാക്ഷനുകളെ പറ്റി പഠിക്കുന്നു. ന്യൂറോപത്തോളജി ഇസ് ദ തേർഡ് വൺ. ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ദി ഡിസോർഡേഴ്സ് ഓഫ് നെർവസ് സിസ്റ്റം. ഏതൊക്കെ രോഗങ്ങളാണ് നാഡീവ്യവസ്ഥയിലെ തകരാറ് മൂലം സംഭവിക്കുന്നത്. അൽസിമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺ ഡിസീസ്, ഇതെല്ലാം അതിനൊരു ഉദാഹരണമാണ്. Neuroendocrinology, it studies about the relationship between endocrine system and nervous system. ഹോർമോണുകളും അവയുടെ വ്യതിയാനങ്ങൾ മൂലം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും ആൻഡ് ultimate result changing in person's behavior. That is being studied in this field. The second last one is neuropharmacology. It studies about the impact of drug on neural activity. ഫാർമക്കോളജി ടേം ആലോചിക്കുമ്പോൾ തന്നെ അത് മരുന്നുകളുടെ ഉപയോഗം മൂലം തലച്ചോറിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുന്ന മേഖല എന്ന് കണക്ട് ചെയ്യാം. Neurophysiology is the last discipline that biopsychology is related with. It studies about the function and activities of nervous system. അപ്പോൾ ബയോസൈക്കോളജിസ്റ്റുകൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡിസിപ്ലിനുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്ത് ബയോസൈക്കോളജി ഫീൽഡിൽ ആവശ്യമായ ഇൻഫർമേഷൻസിനെ അനലൈസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റിനാകാം, അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചുള്ള ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാകാം, ഒരു ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ടാകാം, അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. Next, we will move on to the research methodologies that is used in biopsychology. The methods that is being used is divided into two: pure research and applied research. അപ്പോൾ ഈ റിസർച്ച് മെത്തേഡ്സ് ബയോസൈക്കോളജി ഫീൽഡിൽ ഹ്യൂമൻ ബീയിങ്ങിൽ മാത്രമല്ല നടത്തപ്പെടുന്നത്, മറിച്ച് നോൺ ഹ്യൂമൻ പാർട്ടിസിപ്പൻസിലും ചെയ്യപ്പെടുന്നു. നോൺ ഹ്യൂമൻ പാർട്ടിസിപ്പൻസ് ലൈക്ക് കാറ്റ്, മൗസ്, ഡോഗ്. കാരണം അവരുടെ തലച്ചോറ് മനുഷ്യരുടെ പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല, കുറച്ചും കൂടെ സിമ്പിൾ ആണ്. സോ ഇറ്റ് ഈസ് മോർ ഈസി ടു ലേൺ. അതുകൊണ്ടാണ് നോൺ ഹ്യൂമൻ പാർട്ടിസിപ്പൻസിൽ ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നത്. So first let's see about pure research. What is pure research? It is also known as fundamental research or basic research. It is conducted without any prior aim or goal. Basically exploratory in nature, driven by inclusion or interest. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ റിസർച്ച് നടത്തുന്നത് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു ടോപ്പിക് എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനോട് വളരെ അധികം ഇൻട്രസ്റ്റ് തോന്നിയതുകൊണ്ട് ജസ്റ്റ് വി ആർ ആഡിങ് അപ്പ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. സോ ബ്രെയിനിനെ കുറിച്ച് എനിക്ക് അറിയുവാനാണ് താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ I look up for lot of information on Google and internet and different articles. So I accumulate the information just to get to know about the brain. അതല്ലാതെ അതിന് ഞാനൊരു ആപ്ലിക്കേഷൻ ലെവലിലേക്കോ അല്ലെങ്കിൽ അതിന് എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉപയോഗപ്രദമാക്കാം എന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇറ്റ് ഇസ് വിത്തൗട്ട് എനി എയിം എന്ന് പറയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ജസ്റ്റ് an explorative aspect. Whereas the second research is applied research. അവിടെ that is conducted with the prior aim. കറക്റ്റ് ആയിട്ട് ഞാൻ ഈ റിസർച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു വ്യക്തമായ എയിം ഉണ്ട്, എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ളത് ക്ലിയർ ആണ്. ദാറ്റ് ഇസ് ഇറ്റ് ഈസ് ഹാവിങ് എ പ്രയർ എയിം ആൻഡ് ഇറ്റ് ഈസ് മോർ ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഈ റിസർച്ചിന്റെ ഒരു ആൻസർ അനാലിസിസ് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി ഓൺ എംപിരിക്കൽ ഇൻഫർമേഷൻ that is related with application for the society. അപ്പൊ ബ്രെയിനിനെ കുറിച്ച് ഞാൻ പഠിച്ചു, അതെങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉപയോഗപ്രദമാക്കാം എന്ന് ഞാൻ ഈ റിസർച്ചിലൂടെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ബയോസൈക്കോളജിസ്റ്റുകൾ അങ്ങനെ തന്നെയാണ് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് ദീസ് ആർ ദ 3 important ways they tend to apply അല്ലെങ്കിൽ use this applied research method. The first one is experimental approach. അതായത് ഒരു ലാബിന്റെ ഉള്ളിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അത് ഹ്യൂമൻ പാർട്ടിസിപ്പൻസിനെ വെച്ചിട്ടോ അതല്ല ഒരു കേജിന്റെ ഉള്ളിൽ എലിയെ വെച്ചിട്ടോ ക്യാറ്റിനെ വെച്ചിട്ടോ ഡോഗിലേക്കോ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടോ ഒക്കെ എക്സ്പെരിമെന്റ് നടത്തുന്നു. ആ മെത്തേഡിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ അപ്രോച്ച് എന്ന് പറയുക. അതേസമയം നോൺ എക്സ്പെരിമെന്റൽ അപ്രോച്ചസ് ഇൻ എ നാച്ചുറൽ സെറ്റിംഗ്, ഒരു കൺട്രോളിംഗ് ഒന്നും ഇല്ലാത്ത സൗണ്ടും നോയ്സും അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ കുടുംബമോ അല്ലെങ്കിൽ സമൂഹമോ അതിൽ നമ്മൾ ഒബ്സർവ് ചെയ്തും ഇന്റർവ്യൂ ചെയ്തും എല്ലാം എടുക്കുന്ന മെത്തേഡ്സിന് നമ്മൾ നോൺ എക്സ്പെരിമെന്റൽ അപ്രോച്ച് എന്ന് പറയും. ആൻഡ് ദ തേർഡ് വൺ ഇസ് കേസ് സ്റ്റഡി. ഫീനിസ് ഗേജ് പഠനം നടത്തിയത് അല്ലെങ്കിൽ ഫീനിസ് ഗേജ് എന്ന് പറയുന്ന പേഷ്യന്റിന്റെ കേസ് സ്റ്റഡിയിൽ നിന്നാണ് we could identify that there is a relationship between brain and behavior എന്ന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് കേസ് സ്റ്റഡികളിൽ നിന്ന് we can have information and we can analyze it. Then we will move on to the scope of biopsychology. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ we are clear that it help to understand behavior. So biopsychologists learn about human behavior. So what are the behavioral change? So there are 2 ways the behavioral change occurs. One, due to head injury, various parts of the brain get damaged and behavioral change occur. ഇല്ലേ, തലച്ചോറിലെ ഇഞ്ചുറി മൂലം ബ്രെയിനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും and behavioral change സംഭവിക്കുകയും ചെയ്യുന്നു. And due to head injury too, the neural circuits also changes. ന്യൂറൽ സർക്യൂട്ടുകളിൽ വ്യത്യാസങ്ങൾ വരികയും disruption of behavioral change സംഭവിക്കുകയും ചെയ്യുന്നു. And the final one is due to learning or gaining of information or new movement or learning a new skill, exercise. These can cause or this can help to develop new neural structures in brain. അപ്പൊ പുതിയതായ ഒരു ഇൻഫർമേഷൻ എടുക്കുമ്പോൾ നമ്മളെ തലച്ചോറിൽ പുതിയ ന്യൂറോണുകൾ സ്ട്രക്ചറുകൾ ഉണ്ടാവുകയും അത് കാരണം നമ്മളുടെ ബിഹേവിയറൽ ചേഞ്ചുകൾ സംഭവിക്കുകയും ചെയ്യും. സോ ന്യൂ കണക്ഷൻ ഫോർമേഷൻ സംഭവിച്ചതിന്റെ പ്രകാരം ബിഹേവിയറിന് വ്യത്യാസം സംഭവിക്കുന്നു. ആ ബിഹേവിയറിനെയും നമ്മൾ പഠിക്കുന്നു. That is also one of the scope of biopsychology. So it is basically about 2 important behavioral changes, disruption and the change in neural connection. Now we will move on to division in biopsychology. That is, as you can see, physiological psychology, psychopharmacology, neuropsychology, psychophysiology, cognitive neuroscience, and comparative psychology. First is physiological psychology.
It is a field that actually help to study about the stimulation of the brain and its effects on behavior. So the main aim of this field is how neural mechanism control behavior. നമ്മളുടെ നാഡീ വ്യവസ്ഥ എങ്ങനെയാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പഠിക്കുന്ന മേഖലയാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി. ഇവിടെ സ്വാഭാവികമായി ലാബിലുള്ള എക്സ്പെരിമെന്റുകളിൽ നിന്നാണ് ഇവർ ഈ ഇൻഫർമേഷനെ അക്യുമുലേറ്റ് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ഡയറക്റ്റ് മാനിപ്പുലേഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ബ്രെയിൻ. അതായത് ലാബിൽ കുറെ ഹ്യൂമൻ ബീയിങ് പാർട്ടിസിപ്പൻസിനെ കൊണ്ടുവന്ന് അവരുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവർക്കൊരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവരെന്താണ്, അവരുടെ ഏത് ഭാഗത്താണ് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നത്, അതല്ല അവർ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അവരുടെ ഏത് ഭാഗത്താണ് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നത്, അതിനെല്ലാം കുറിച്ച് പഠിക്കുന്നു. So physiological activity of the brain and how it is influencing behavior is learned in this field of biopsychology. The second subfield is psychopharmacology. So that is related with drug. How drug is affecting our behavior. What are the different changes that it is happening in our thinking pattern, in our thought process, in our cognition. So observe its effects on behavior, how it is stimulating the neural connections. എന്നിട്ട് പുതിയ തെറാപ്യൂട്ടിക് ഡ്രഗുകളാണോ ഈ ഒരു രോഗത്തിന് നല്ലത്, അല്ലെ ഈ നാഡീവ്യവസ്ഥയുടെ രോഗങ്ങൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു, അൽസിമേഴ്സ്, പാർക്കിൻസൺ. അപ്പൊ അതിനെല്ലാം കൊടുക്കുന്ന മരുന്നുകൾ കാരണം ആ ഒരു രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ, അതല്ല വീണ്ടും വേഴ്സ് ആവുകയാണോ, അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ നല്ല രീതിയിലാണോ വരുന്നത് എന്നെല്ലാം പഠിക്കുന്ന മേഖലയാണ് സൈക്കോഫാർമക്കോളജി. The purpose of the study is the interaction between brain and behavior. Third field is neuropsychology. It is one of the important division of biopsychology. കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയത് കാരണം നമ്മളുടെ ചുറ്റുപാടും ആക്സിഡൻസ് കൂടുതൽ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ബ്രെയിൻ ഇഞ്ചുറികൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബ്രെയിൻ ഇഞ്ചുറി വരുന്ന ആൾക്കാരിൽ ബിഹേവിയറൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, അത് ഏത് ഭാഗത്താണ് ഇഞ്ചുറി വന്നപ്പോ ഏത് സ്വഭാവമാണ് വ്യത്യാസപ്പെട്ടത് എന്നെല്ലാം പഠിക്കുന്നത് ന്യൂറോസൈക്കോളജിസ്റ്റുകളാണ്. Neuropsychologists tend to use neuropsychological assessment to analyze these changes. കുറെ ന്യൂറോസൈക്കോളജിക്കൽ അസസ്മെന്റ് ഉപയോഗിച്ചാണ് ഈ വ്യത്യാസങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതും പഠിക്കുന്നതും. ആൻഡ് ഇറ്റ് ഇസ് ബേസിക്കലി ലേണിംഗ് അബൌട്ട് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഓഫ് ദി ബ്രെയിൻ, ദാറ്റ് ഇസ് സെറിബ്രൽ കോർട്ടെക്സ്. നമ്മളുടെ പ്ലാനിങ്, നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുകൾ, നമ്മളുടെ ആലോചനകൾ, നമ്മളുടെ നടക്കുന്ന രീതികൾ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുന്ന മേഖലയാണ് ന്യൂറോസൈക്കോളജി. ആൻഡ് ന്യൂറോസൈക്കോളജിസ്റ്റ് ടെൻസ് ടു ലേൺ ദിസ് with the help of neuropsychological assessment. And next field is psychophysiology. It's learned about psychological processes as well as physiological activity by using the techniques of non-invasive methods. അതായത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലം നമ്മളുടെ സൈക്കോളജിക്കൽ പ്രോസസ്സുകൾ, അതായത് നമ്മളുടെ തിങ്കിങ്, മെമ്മറി, കോഗ്നിഷൻ, ഇവയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ഇതിനെ ഒരുമിച്ച് പഠിക്കുന്നതാണ് സൈക്കോഫിസിയോളജി എന്ന് പറയുന്ന ഫീൽഡ്. അത് സൈക്കോഫിസിയോളജിസ്റ്റുകളാണ് പഠിക്കുന്നത്. നോൺ ഇൻവേസീവ് മെത്തേഡ്സ് ഈ പറയുന്നവയാണ്. ഹാർട്ട് റേറ്റ്, നമ്മുടെ ഹൃദയത്തിന്റെ റേറ്റ്, ഒരു മിനിറ്റിൽ 75 സെക്കൻഡ് അടിക്കുന്ന ഹൃദയമിടിപ്പ് മാറുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നു. പ്രഷറിൽ വേരിയേഷൻ വരുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നു. നമ്മളുടെ കണ്ണുകൾ അധികമായി ചിമ്മുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നു. മസിൽസ് സ്റ്റിഫ് ആവുകയാണോ, റിലാക്സ്ഡ് ആവുകയാണോ എന്ന് അതെല്ലാം ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് അളക്കുന്നതും അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നതും. ഗാൽവനിക് സ്കിൻ റെസ്പോൺസ്, സ്കിന്നിലെ ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നുണ്ടോ, ഐ മൂവ്മെന്റിലെ ഡിഫറൻസ് ഉണ്ടോ, സ്കാൽപ്പ് എൻസെഫലോഗ്രാം, EEG ബ്രെയിൻ വേവ്സിൽ വ്യത്യാസമുണ്ടോ എന്നെല്ലാം ഉള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഫീൽഡ് സ്റ്റഡി നടത്തുന്നത്. നെക്സ്റ്റ് ഫീൽഡ് ഇസ് കോഗ്നിറ്റീവ് ന്യൂറോസയൻസ്. ഇറ്റ് സ്റ്റഡീസ് ബേസിക്കലി അബൌട്ട് ദ ന്യൂറൽ ബേസിസ് ഓഫ് കോഗ്നിഷൻ. ഹയർ ആയിട്ടുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ, തിങ്കിങ്, മെമ്മറി, സെൻസേഷൻ, പെർസെപ്ഷൻ, ഈ പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുകയും ആൻഡ് ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ആർ ന്യൂറൽ ആക്ടിവിറ്റി, നമ്മളുടെ നാഡീവ്യവസ്ഥയും, ആൻഡ് അൾട്ടിമേറ്റ്ലി ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ആർ ബിഹേവിയർ
എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന മേഖലയാണ് cognitive neuroscience. Comparative psychology is the last field of or last division of biopsychology. It studies the behavior of different species. It studies about the behavior based on evolutionary adaptation perspective and genetic perspective. And it is studied both in laboratory as well as in natural setting. Summing up, biopsychology is the field or approach to the study of human and animal behavior. Biopsychologist tends to investigate biological processes like cognition, emotion, and other psychological processes. അതുപോലെ തന്നെ സബ് ഡിസിപ്ലിൻ ഫീൽഡുകൾ ഉണ്ട്. ന്യൂറോ സയൻസിന്റെ ലിങ്ക് ആയിട്ടുള്ള ഈ ഫീൽഡുകളാണ് ബയോസൈക്കോളജി റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. Neuro anatomy, neurochemistry, neuroendocrinology, neurophysiology, neuropathology, and neuropharmacology. And lastly, there are research used in this field, that is, it studies about the basis of behavior, any damage to nervous system, adalla behavioral functionukalil endengilum vyathyasam undo, adinellam kurichu padikkum. So I hope everyone will read the summary, check out the value added notes as well as the questions, section and questions that is given in the SLM. Signing off, Tanya.